ഗുഡ് മോർണിംഗ്. മണി പ്ലാന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ബേസിക്സ് ആയിട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ബേസിക് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും വേണ്ടത് നോ വൺ ക്യാൻ പ്രിഡിക്റ്റ് ഷെയർ മാർക്കറ്റ് ആൻഡ് ദർ ഇസ് നോ എക്സ്പേർട്ട് ഇൻ ദ ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റ് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൂടാതെ അതിൽ എക്സ്പേർട്ട് ഇല്ല. 9 out of 10 option traders lose money. So if you are an option trader, trade carefully. Never risk more than you can afford to lose. And as usual, patience pay off. ഒരുപാട് ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഷെയർ മാർക്കറ്റ്. ഞാൻ രാജേഷ്, 25 വർഷം ഷെയർ മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടും സമ്പാദിച്ചും ഉള്ള എക്സ്പീരിയൻസ്. ഇന്ന് വിപണിയിൽ നമുക്ക് ലാഭം നേടുന്നതിനപ്പുറം നഷ്ടം ഇല്ലാതെ നഷ്ടം കുറയ്ക്കുക എന്നതാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാലങ്ങളോളം സ്റ്റോക്ക് മാർക്കറ്റ് ഇവന്റിനെയും ന്യൂസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഗുഡ് ന്യൂസുകൾ വരുമ്പം മാർക്കറ്റ് ഗെയിൻ ആവുകയും ബാഡ് ന്യൂസുകൾ വരുമ്പം മാർക്കറ്റ് തകരുകയും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പം നേരെ വിപരീതമാണ് വിപണി. ബാഡ് ന്യൂസുകൾ വരുമ്പം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ചെയ്യും, സെല്ല് ചെയ്യും, പക്ഷെ മാർക്കറ്റ് കയറിപ്പോകും. ഗുഡ് ന്യൂസുകൾ വരുമ്പം എല്ലാവരും ബൈ ചെയ്യും, പൊസിഷൻ ലോങ് ആയിരിക്കും, മാർക്കറ്റ് ഇറങ്ങും. വിപണിയെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പറേറ്റേഴ്സ്, FIIs, BAs ആണ്. അവരുടെ കയ്യിലാണ് വിപണി. പണം നഷ്ടപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള പ്ലാറ്റ്ഫോമാണ് ഓപ്ഷൻ ട്രേഡിംഗ്. സോ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ടെക്നിക്കൽ ലെവൽ എല്ലാം നോക്കി മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സും സ്റ്റഡി ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നതാണ് നല്ലത്. മറ്റു യൂട്യൂബ് ചാനലുകൾ കാണിക്കുന്നത് പോലെ ഒരു എൻട്രി പോയിന്റ്, ഒരു എക്സിറ്റ് പോയിന്റ്, ഒരു സപ്പോർട്ട് ലെവല്, ഗ്രാഫുകളൊക്കെ കാണിക്കുന്നു. ഇതെല്ലാം ശുദ്ധ അസംബന്ധം മാത്രമാണ്. മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ലെവല്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇങ്ങനെയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട്സും എല്ലാമാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കത് കൂടാതെ മാർക്കറ്റിന്റെ ടെക്നിക്കൽ അനാലിസിസ്, പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. പി റേഷ്യോ, ഓപ്പൺ ഇൻട്രസ്റ്റ്, മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് മൂവിംഗ് ആവറേജുകൾ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ്, ഇങ്ങനെയുള്ള ഇൻഡെക്സ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്റ്റഡി ചെയ്ത് നമുക്കൊരു പൊസിഷൻ മാർക്കറ്റിൽ എടുക്കാവുന്നതാണ്. ഇത് ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകരിക്കുക, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ കാട്ടും. പിന്നെ സെന്റിമെന്റ് അനാലിസിസ്, ഇതെല്ലാം ഒരു ബുള്ളോ ഒരു ബിയറോ റണ്ണ് നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ തന്നാലും സെന്റിമെന്റൽ ആയിട്ട് മാർക്കറ്റിൽ ഒരുപാട് റോളുണ്ട്. സെന്റിമെന്റൽ ന്യൂസസിന്, വാറ്, മറ്റുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ലൈക്ക് ഒരു സ്റ്റേബിൾ സർക്കാർ, ഗവൺമെന്റ് വീഴുമ്പോഴും മറ്റുള്ള കമ്പനികൾക്ക് എതിരെയുള്ള മറ്റു റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആയാലും മാർക്കറ്റ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എല്ലാ ദിവസവും ഈവനിങ്ങിൽ
അന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതും അടുത്ത ദിവസത്തേക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതും ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കാവുന്നതാണ്.